കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഓക്സിലറി വേർബ്സ് മുഴുവനായും പഠിച്ചു. പ്രൈമറി ഓക്സിലറീസ്, മോഡൽ ഓക്സിലറീസ് എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വെർബ് ഫോംസും പറഞ്ഞു അല്ലെ. എല്ലാ വെർബുകളെയും 5 വ്യത്യസ്ത രൂപങ്ങളിൽ എഴുതാം എന്നുള്ളത് നമ്മൾ പഠിച്ചു. അതില് വെർബ് ഫോംസുമായി ബന്ധപ്പെട്ട് അതും ഓക്സിലറിയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നമുക്ക് തുടങ്ങാം. ഞാന് ഡ്രൈവ് എന്നൊരു വേർബ് എക്സാമ്പിൾ എടുക്കുകയാണ്. ഡ്രൈവ് 5 രൂപങ്ങൾ എങ്ങനെ വരും? ഡ്രൈവ്, then drives, drove, driven, then driving. 5 രൂപങ്ങൾ ഇങ്ങനെയാണ് നമുക്കറിയാം അല്ലെ. ബേസ് വേർബ്, that is V1, S form, past, past participle, then present participle. ഇതില് നമുക്കറിയാം this one V1, S form, past. ഈ 3 വെർബുകളെ മാത്രം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഇത് ഞാൻ തൽക്കാലം വൈപ്പ് ഔട്ട് ചെയ്യാണ്. ഓക്കെ, ഈ 3 വെർബുകൾ ഒരു സെന്റൻസിലെ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു സബ്ജക്ട് ഉണ്ടായിരിക്കും, ഒരു വെർബ് ഉണ്ടായിരിക്കും. അപ്പോൾ മാത്രമേ അതൊരു സെന്റൻസ് ആകുന്നുള്ളൂ. ഇനി ഒരു സെന്റൻസിലെ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ് ആണ്. ഓക്കെ, മെയിൻ വെർബ് ഇതാണ് ഏതൊരു സെന്റൻസിലെ വെർബ് എന്ന് പറയുന്നത്. ഒരു ഹെൽപ്പിംഗ് വെർബ് അല്ലെങ്കിൽ ഓക്സിലറി ഉണ്ടായിരിക്കും, കൂടെ ഒരു മെയിൻ വെർബ് ഉണ്ടായിരിക്കും. ചില സെന്റൻസുകൾ നമ്മൾ നോക്കുമ്പോൾ അതില് ഹെൽപ്പിംഗ് വെർബ്, ഓക്സിലറി കാണാൻ സാധിക്കില്ല. ബട്ട് സ്റ്റിൽ ദ ഓക്സിലറി വെർബ് ഓർ ഹെൽപ്പിംഗ് വെർബ് ഈസ് ഇംപ്ലൈഡ് ദർ. ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് ഇല്ലാത്ത സെന്റൻസ് ഇല്ല എന്ന് തന്നെ പറയാം. ഒരു പക്ഷെ അവിടെ എഴുതിയിട്ടില്ലെങ്കിലും ഓക്സിലറി വെർബ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് സെന്റൻസ് വായിക്കുമ്പോൾ ഓക്സിലറി വെർബ് കാണുന്നില്ല, പക്ഷെ സ്റ്റിൽ ഓക്സിലറി വെർബ് ഈസ് ദർ. അങ്ങനെ വരാൻ സാധ്യതയുള്ള വെർബുകളാണ് V1, V2, അതുപോലെ തന്നെ S ഫോം. ഈ വെർബുകളെ നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുമ്പോൾ ഇവയുടെ കൂടെ ഡ്രൈവ്സ് എന്നുള്ളതിന്റെ കൂടെ നമ്മൾക്ക് ഒരിക്കലും ഹെൽപ്പിംഗ് വെർബ് കാണാൻ സാധിക്കില്ല. ഡ്രോവ് എന്നുള്ളതിന്റെ കൂടെ നമുക്ക് ഒരിക്കലും ഹെൽപ്പിംഗ് വെർബ് കാണാൻ സാധിക്കില്ല. ഇതും ചില സാഹചര്യങ്ങളിൽ ചില ടെൻസിൽ ഇതിന്റെ കൂടെ നമ്മൾക്ക് ഓക്സിലറി വെർബ് കാണാൻ സാധിക്കില്ല. ഓക്കെ, ഏതൊക്കെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം. ഏതൊരു വെർബിന്റെയും ബേസ് വെർബ് എന്ന് പറഞ്ഞാൽ V1 എന്ന് പറഞ്ഞാൽ അതിൽ ഓൾറെഡി ഇംപ്ലൈഡ് ആയിട്ടുള്ള ഓക്സിലറി വെർബ് ആണ് ഡു എന്നുള്ളത്. അതായത് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം ശരിക്ക് ഡു പ്ലസ് ഡ്രൈവ് എന്നാണ്. ഓക്കെ, ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അത് ഡു പ്ലസ് ഡ്രൈവ് ആണ്. അപ്പൊ അതായത് ഓൾറെഡി ഒരു ഓക്സിലറി അവിടെ ഉണ്ട് അല്ലെ, ഡു എന്നുണ്ട്. പക്ഷെ നമ്മള് ഈ ഡു എന്ന ഹെൽപ്പിംഗ് വെർബിനെ എല്ലായ്പ്പോഴും സെന്റൻസിൽ എഴുതില്ല. നമ്മൾ എഴുതുന്ന സെന്റൻസ് ഒരു ചോദ്യമാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ഡു എന്ന് എഴുതും. ഫോർ എക്സാമ്പിൾ, ഐ ഡ്രൈവ് എ കാർ അല്ലെ. സബ്ജക്ട് ഐ, എ കാർ എന്നുള്ളത് ഒബ്ജക്റ്റ്, ഡ്രൈവ് എന്നുള്ളതാണ് വെർബ്. ഇവിടെ നമ്മൾ ഓക്സിലറി കാണുന്നില്ലല്ലോ അല്ലെ. അപ്പോ ഇത് ഒരു ചോദ്യമാണോ? അല്ല, സാധാരണ ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ് അല്ലെ. അഫോർമേറ്റീവ് സെന്റൻസ് എന്ന് നമ്മൾ പറയും, പോസിറ്റീവ് സെൻസിലുള്ള ഒരു സെന്റൻസ്. ഇനി ഇതിനെ ഞാനൊന്ന് ചോദ്യമാക്കുക. ഒരു എസ് ഓർ നോ ചോദ്യം തന്നെ, ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ തന്നെ ആക്കാം. അപ്പൊ ഞാൻ ഇങ്ങനെ എഴുതും,
ഡു യു ഡ്രൈവ് എ കാർ? ഓക്കെ, അവിടെ ഓക്സിലറി വന്നത് നിങ്ങൾ കണ്ടോ? ഡു അല്ലെ, മെയിൻ വേർബ് ആയിക്കൊണ്ട് ഡ്രൈവ്. ഈ ഡ്രൈവ് എന്ന് ഐ ഡ്രൈവ് എ കാർ എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഐ ഡു ഡ്രൈവ് എ കാർ എന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ അവിടെ ഡു എന്നുള്ള എക്സ്പ്രസ് ചെയ്യുന്നില്ല, അതവിടെ ആവശ്യമില്ല. പക്ഷെ അത് ചോദ്യമാക്കുന്ന കേസില് നമ്മള് സബ്ജക്റ്റിനെ ഓക്സിലറിയുടെയും മെയിൻ വെർബിന്റെയും ഇടയിലായിട്ട് പ്ലേസ് ചെയ്യും. ആ സമയത്ത് നമുക്ക് ഓക്സിലറി ആവശ്യമാണ്. ഇപ്പൊ ഡു യു ഡ്രൈവ് എ കാർ, ക്ലിയർ? അങ്ങനെയാണ് ഡ്രൈവ് എന്നത് ഡു ഡ്രൈവ് വന്നല്ലോ. ഇനി ഇതേ സെന്റൻസിന് ഞാൻ നെഗറ്റീവ് ആയിട്ട് പറയണം. ഐ ഡു നോട്ട് ഡ്രൈവ് എ കാർ അല്ലെ, നോ എന്ന അർത്ഥം ഒരു വാക്കവിടെ വന്നില്ല, നെഗറ്റീവ് മീനിങ് അവിടെ വന്നു. അപ്പോഴും നോ ചേർക്കുമ്പോഴും നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു അല്ലെ, ഡു ഡ്രൈവ്, ഡു നോട്ട് ഡ്രൈവ്. ക്ലിയർ? അപ്പോഴും അതിന്റെ കൂടെ നമ്മൾ ഓക്സിലറി അവിടെ ചേർത്തു. പക്ഷെ പോസിറ്റീവ് ആയി നിൽക്കുന്ന സെന്റൻസിൽ അത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഓക്സിലറി ചേർക്കുന്നില്ല. ക്ലിയർ? അപ്പൊ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഡു ഡ്രൈവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ എസ് ഫോം, ഏതൊരു വേർബിന്റെയും എസ് ഫോമില് ഉള്ള ഓക്സിലറിയാണ് ഡസ് എന്നുള്ളത്. ഡസ് എന്റെ കൂടെ ഡ്രൈവ് ബേസ് വെർബ് വരുമ്പോഴാണ് അതെന്തായി മാറുന്നത്, ഡ്രൈവ്സ് എന്നായി മാറുന്നത്. ക്ലിയർ? അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരിക്കലും ഒരു ഓക്സിലറിയുടെ കൂടെ വരില്ല. ഓക്സിലറി ഉണ്ടെങ്കിൽ പിന്നെ എന്താ വരെ, ഡ്രൈവ് എന്നാ വരെ. ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേരുമ്പോഴാണ് അതെന്തായി മാറുന്നത്, ഡ്രൈവ്സ് എന്നായി മാറുന്നത്. ക്ലിയർ? അപ്പൊ ഡ്രൈവ്സ് എന്ന് യൂസ് ചെയ്യുമ്പോ പിന്നീട് അവിടെ ഓക്സിലറി എഴുതേണ്ട കാര്യമില്ല. അതേസമയം എസ് ഫോം ആയി വരുന്ന സെന്റൻസിനെ ചോദ്യമായി എഴുതുമ്പോൾ നമ്മൾ ഓക്സിലറിയും വെർബിനെയും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പൊ ഡസ് ഡ്രൈവ് എന്ന് തന്നെ വരണം. അപ്പൊ ഇതേ സെന്റൻസ് എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലെ. സബ്ജക്റ്റിനെ ഒന്ന് മാറ്റി കൊടുക്കുക, അപ്പോഴാണ് എസ് ഫോം വരിക. തേർഡ് പേഴ്സൺ സിംഗുലർ, അതായത് ഹി, ഷീ, ഇറ്റ് തുടങ്ങിയ സബ്ജക്റ്റുകളുടെ കൂടെയാണ് എസ് ഫോം ഉപയോഗിക്കുക. അപ്പൊ നമ്മള് ഷീ ഡ്രൈവ്സ് എ കാർ, വെർബ് കണ്ടല്ലോ, ഡ്രൈവ്സ് എസ് ഫോം ആണ് അല്ലെ. ഓക്സിലറി ഇല്ല, കാരണം ഇതിൽ തന്നെ ഉണ്ട്. ഓക്സിലറി ഇതിന്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞു നമ്മൾ അല്ലെ. ഇനി ഇതിനെ ഞാൻ ചോദ്യമാക്കണേ. ഡസ് ഷീ ഡ്രൈവ് എ കാർ അല്ലെ. ഡസ് ഡ്രൈവ് കണ്ടോ, ഓക്സിലറി പ്ലേസ് ചെയ്തപ്പോ പിന്നെ ഡ്രൈവ് എന്ന് മാത്രം എഴുതുക, പിന്നെ നമ്മൾ ഡ്രൈവ്സ് എന്ന് എഴുതില്ല. വെർബൻ തന്നെ ഡ്രൈവ്സ് തന്നെയാണ്, ഡസ് ഡ്രൈവ്. ക്ലിയർ? അതിന്റെ ഇടയിലായിക്കൊണ്ട് ഏതിനെ പ്ലേസ് ചെയ്തു, സബ്ജക്റ്റിനെ പ്ലേസ് ചെയ്തു. ഇനി അതിനെ നെഗറ്റീവ് ആക്കുക. ഷീ ഡസ് നോട്ട് ഡ്രൈവ് എ കാർ. ഷീ ഡസ് നോട്ട് ഡ്രൈവ് എ കാർ. അപ്പോഴും വന്നു അല്ലെ, ഡസ് ഡ്രൈവ്, ഡസ് നോട്ട് ഡ്രൈവ്. അതാണ് അവിടുത്തെ വെർബ്. അപ്പോ ഡസ് എന്ന് വന്നപ്പോ പിന്നീട് നമ്മൾ ഏതാണ് യൂസ് ചെയ്ത്, ഡ്രൈവ് എന്നാണ് യൂസ് ചെയ്തത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ കൂടെ ഒരിക്കലും ഓക്സിലറി വരില്ല. ഓക്സിലറി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കൂടെ നമ്മൾ ഏതാണ് എഴുതണത്, V1 ഫോം ആണ്. ഡസ് പ്ലസ് V1 ആണ് എന്തായി മാറുന്നത്, ഡ്രൈവ്സ് എന്നായി മാറുന്നത്. ദെൻ എങ്കിൽ പാസ്റ്റിന്റെ കേസിൽ നമുക്ക് നോക്കാം. അവിടെ എന്ത് വരും, ഡിഡ് ആണ് അവിടെ യൂസ് ചെയ്യുന്ന ഓക്സിലറി വെർബ്. ഡിഡ് പ്ലസ് ഡ്രൈവ്. ക്ലിയർ? പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് സിമ്പിൾ പാസ്റ്റിലാണ് അത് യൂസ് ചെയ്യുക. ടെൻസ് പഠിക്കുമ്പോ അത് പറയാം. ഡ്രോവ് എന്ന വെർബ് യൂസ് ചെയ്യുക. അപ്പൊ ഡ്രോവ് എന്ന വെർബിന്റെ കൂടെ, അതായത് V2 വെർബിന്റെ കൂടെ ഒരിക്കലും ഓക്സിലറിയെ നിങ്ങൾ കാണില്ല. അതേസമയം അതിനെ ചോദ്യമാക്കുമ്പോൾ ഡിഡ് ഡ്രൈവ് യൂസ് ചെയ്യും. നെഗറ്റീവ് സെന്റൻസ് ആയി മാറുമ്പോഴും അതൊരു ഡിഡ് ഡ്രൈവ് എന്ന് വരും. ഡ്രോവ് എന്ന് എഴുതുമ്പോൾ അതിന്റെ കൂടെ ഒരിക്കലും ഓക്സിലറി വരില്ല അല്ലെ. എങ്ങനെയാണ് ഈ സെന്റൻസ് സിമ്പിൾ പാസ്റ്റിൽ പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം.
he drove a car. അല്ലെ, drove സിമ്പിൾ പാസ്റ്റ് വെർബ്, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി അതിനെ നമ്മൾ ചോദ്യമാക്കുന്നു. അപ്പൊ എന്തുവരും? ഡ്രോവ് ആണ് അല്ലെ, ഡിഡ് ഡ്രൈവ് ആണ്. അപ്പൊ ഡിഡ് ഹി ഡ്രൈവ് എ കാർ? ഡിഡ് ഹി ഡ്രൈവ് എ കാർ? ഡിഡ് പ്ലസ് ഡ്രൈവ്. ഈ നെഗറ്റീവ് ആക്കാണ്. ഹി ഡസ് നോട്ട് ഡ്രൈവ് എ, അല്ല മാറിപ്പോയി അല്ലേ, he did not drive a car. ഓക്കെ, അപ്പൊ അവിടെ ഡിഡ് ഡ്രൈവ് വന്നു. ഡിഡ് പ്ലസ് ഡ്രൈവ് ഇസ് ഈക്വൽ ടു ഡ്രോവ് അല്ലെ. വെർബ് എല്ലാം ഇതൊരു സെയിം ആണ്, ഒരേ ടെൻസ് ആണ്. ഇത് പോസിറ്റീവ് സെന്റൻസ്, ഇതൊരു ക്വസ്റ്റ്യന്, ഇത് നെഗറ്റീവ് സെന്റൻസ്. അപ്പൊ പോസിറ്റീവ് ആവുമ്പോ നമ്മള് ഓക്സിലറിയെ സെപ്പറേറ്റ് അവിടെ കാണിക്കേണ്ട. ഡ്രോവ് അതിൽ ഓൾറെഡി ഡിഡ് ഉണ്ട് അല്ലെ, ഡിഡ് ഡ്രൈവ് ആണ് എന്ത്, ഡ്രോവ് എന്നുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻ ആവുമ്പോ നമ്മള് സബ്ജക്റ്റിനെ ഓക്സിലറിയുടെയും മെയിൻ വെർബിന്റെയും ഇടയിലായിക്കൊണ്ട് പ്ലേസ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതിന് സബ്ജക്ട് അല്ല ഓക്സിലറി വെർബ് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യണം. സോ ഡിഡ് ഡ്രൈവ് എന്നവിടെ വരും. അതുപോലെ തന്നെ നെഗറ്റീവ് സെന്റൻസിലും ഡിഡ് ഡ്രൈവ്, ഡിഡ് നോട്ട് ഡ്രൈവ് എന്നാണ് അവിടെ വന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോ ഇത്രയാണ് ഓർത്തു വെക്കേണ്ടത്. ഇനി ടെൻസ് പഠിക്കുമ്പോൾ ഇത് സിമ്പിൾ പ്രസന്റിലാണ് നമ്മള് ഏത് യൂസ് ചെയ്യാം? ഇത് രണ്ടും വരുന്നത് ഡു ഡ്രൈവ്, ഡസ് ഡ്രൈവ്. അത് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വരുന്ന രൂപങ്ങളാണ്. സിമ്പിൾ പാസ്റ്റിലാണ് ഡിഡ് ഡ്രൈവ് എന്ന ഫോം വരിക. അപ്പൊ ഈ 3 വെർബുകൾ യൂസ് ചെയ്യുന്നത് എവിടൊക്കെയാണെന്ന് ഇപ്പൊ നമ്മള് മനസ്സിലാക്കി. സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ബേസ് വെർബും എസ് ഫോമും യൂസ് ചെയ്യുന്നത്. ബേസ് വെർബ് മറ്റൊരിടത്ത് നമ്മൾ പറഞ്ഞ ഓക്സിലറി പറഞ്ഞപ്പോ മോഡൽ ഓക്സിലറീസിന്റെ കൂടെ ഏതാണ് യൂസ് ചെയ്യുക? സിമ്പിൾ അല്ല V1 ഫോം ആണെന്ന് പറഞ്ഞു, ബേസ് വെർബ് ഫോം ആണ്. ഇനി സിമ്പിൾ പ്രസന്റിലും അത് തന്നെയാണ് യൂസ് ചെയ്യുക. സിമ്പിൾ പ്രസന്റ് എസ് ഫോമും യൂസ് ചെയ്യും. ഞാൻ പറഞ്ഞു ഹി, ഷീ, ഇറ്റ് തുടങ്ങിയ വാക്കുകള് സിംഗുലർ ആയിട്ടുള്ള നൗണുകളിൽ അതിനൊക്കെ കൂടെ എസ് ഫോം യൂസ് ചെയ്യും. ബാക്കിയുള്ളതിന്റെ കൂടെ പ്ലൂരലിന്റെ ഒക്കെ കൂടെ ഡ്രൈവ് എന്നും യൂസ് ചെയ്യും. ദെൻ എല്ലാ സിമ്പിൾ പാസ്റ്റിൽ എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെ നമ്മൾ ഇത് തന്നെ ഡ്രോവ് എന്നുള്ള V2 വെർബാണ് യൂസ് ചെയ്യുക. V2 വെർബ് യൂസ് ചെയ്യുന്ന കേസിൽ അതിന്റെ കൂടെ ഓക്സിലറി ഒന്നും ചേർക്കുന്നില്ല. അതിന് ഞാൻ വീണ്ടും പറയുന്നത്, പലപ്പോഴും സ്റ്റുഡൻസ് അങ്ങനെ തെറ്റി എഴുതുന്നത് കാണാറുണ്ട്. ആർ ഡ്രോവ്, ഹീസ് ഡ്രോവ് എന്നൊക്കെ ഉള്ള രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരിക്കലും വരില്ല. ഇതിന്റെ കൂടെ ഓക്സിലറി വരില്ല. ഓക്കെ, ഇതിന്റെ കൂടെ ഓക്സിലറി വരില്ല. ഇനി ഓക്സിലറി വരെ ആരുടെ കൂടെയാണ്? ഈ V1ന്റെ കൂടെ പ്രസന്റിലാവുമ്പോ ഡു, എസ് ഫോമിന് ഡസ്, പാസ്റ്റിന് ഡിഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യും. ക്ലിയർ ആണല്ലോ. മറ്റു വെർബുകളും ഓരോന്നും ഇതുപോലെ ചെയ്ത് നോക്കി എഴുതി നോക്കുക. എല്ലാ വെർബുകളുടെ എസ് ഫോം, ബേസ് വെർബ്, പാസ്റ്റ് ജസ്റ്റ് എഴുതി നോക്കാം. ഇപ്പോ സ്വിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു സ്വിം എന്നാണ്. സ്വിംസ് എന്ന് പറഞ്ഞാല് ഡസ് സ്വിം. ദെൻ സ്വാം എന്ന് പറഞ്ഞാല് ഡിഡ് സ്വിം. ക്ലിയർ ആണല്ലോ അല്ലെ. മെയ്ക്ക് എന്ന് പറഞ്ഞാല് ഡു മെയ്ക്ക്. ദെൻ മേക്സ്, ഡസ് make, then made, did make. ഈ രീതിയിൽ എഴുതി നോക്കിയാൽ മതി, ക്ലിയർ ആവും. ഓക്കെ, അപ്പോ ഇന്ന് പറഞ്ഞ പോയിന്റ്സ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ബേസ് വെർബ്, എസ് ഫോം, പാസ്റ്റ് ഇവയിൽ അടങ്ങിയിട്ടുള്ള ഓക്സിലറീസ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. എല്ലാ ബേസ് വെർബിലും ഉള്ള ഓക്സിലറിയാണ് ഡു. എല്ലാ എസ് ഫോമിലും ഉള്ളതാണ് ഡസ്.
Then past form of the verb did. പോസിറ്റീവ് സെന്റൻസസ് എഴുതുമ്പോൾ നമ്മൾ ബേസ് വെർബായും എസ് ഫോം ആയും പാസ്റ്റ് ഫോം ആയും തന്നെ ഉപയോഗിക്കുന്നു. അതേ സമയത്ത് അതൊരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അല്ലെങ്കിൽ അതൊരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അവിടെ നമ്മൾ ഓക്സിലറിയോടൊപ്പം ആയിക്കൊണ്ട് V1 ഉപയോഗിക്കുന്നു. V1 കൂടെ ഡസ് എന്ന് ചേർക്കുമ്പോൾ അത് എസ് ഫോം ആവുന്നു. V1 കൂടെ ഡു എന്ന് ചേർത്താൽ ബേസ് ഫോം തന്നെയാണ്, V1 തന്നെയാണ്. V1 കൂടെ ഡിഡ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു.